നമസ്കാരം, വെൽക്കം ടു കേരള ക്രിക്കറ്റ് കഫേ. അങ്ങനെ കെ കെ ആർ വേഴ്സസ് ഡൽഹി മാച്ച് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. കെ കെ ആർ കൺവിൻസിംഗ്ലി ഡൽഹിയെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അത് ഡൽഹി വീണ്ടും ഒരു ബാറ്റിംഗ് തകർച്ചയിലേക്ക് പോന്നു. കെ കെ ആർ നിഷ്പ്രയാസം ഫിന്നാലൻ്റെ ഒരു എക്സ്ട്രാ ഓർഡിനറി സെഞ്ചുറിയുടെ ബലത്തിൽ അത് ചേസ് ചെയ്ത് ജയിക്കുന്നു. നമ്മൾ ഇന്നലെ പ്രിവ്യൂവിൽ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഏകദേശം അരുൺ ബ്രോ പറഞ്ഞ അക്ഷർ പട്ടേലിൻ്റെ കാര്യം, അതുപോലെ തന്നെ പല കാര്യങ്ങളും അത് കറക്റ്റായിട്ട് തന്നെ ഇന്ന് വന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് ഡൽഹിയുടെ കാര്യത്തിൽ. എന്തായാലും നമുക്ക് വിശദമായിട്ട് ഈ മാച്ചിലേക്ക് വരാം. എന്താണ് ബ്രോ എന്ന് കെ കെ ആർ കത്തിപ്പോവാണല്ലോ, കത്തിക്കയറി പോവാണല്ലോ. ഫിനോമിനൽ ഇന്നിങ്സ് ഫ്രം ഫിന്നലൻ എന്ന് വേണം പറയാൻ. എന്ത് അടിപൊളിയായിട്ടാണ് പുള്ളി ആ ടെമ്പോ സെറ്റ് ചെയ്ത് മുമ്പോട്ട് പോയതെന്നാണ് നമ്മൾ കാണേണ്ടത്. ഇപ്പം ഡൽഹിയെ സംബന്ധിച്ചിട്ടാണെങ്കിൽ മറ്റൊരു കളിയിൽ കൂടെ അവർ ബാറ്റ് ഫസ്റ്റ് ചെയ്ത് തോറ്റു എന്ന് വേണം പറയാൻ. ഇന്നേ വരെ ഈ ടൂർണമെൻറ്റിൽ ഒരു കളി പോലും ബാറ്റ് ഫസ്റ്റ് ജയിച്ചിട്ടില്ല. ഈ കളിയും ജയിച്ചില്ല. പിന്നെ ഇൻ ഡെപ്തായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ പറഞ്ഞതാണ് ഡൽഹിയുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. ടോപ്പ് 4 സെറ്റിലായിട്ടില്ല, അവർ ടൂ മച്ച് ചേഞ്ചസ് ആണ് കൊണ്ടുവരുന്നത്. അതിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞത്. അതും നമ്മൾ പറഞ്ഞതിലുപരി അവർ പ്രാക്ടിക്കൽ ഇത് ആക്കണമല്ലോ. ഇത്രയും കളി തോറ്റത് എങ്ങനെ, അതിനോടൊപ്പം തന്നെ ചേർത്ത് വെക്കാൻ ഒരു കളിയും കൂടെ സെയിം രീതിയിൽ തോറ്റു എന്നുള്ളതേ ഉള്ളൂ. അവരുടെ ടോപ്പ് ഓർഡറിലെ ഒരു ഇൻകൺസിസ്റ്റൻസി ഒരു വലിയ പ്രശ്നമാണ്. എന്തുകൊണ്ട് നിസംഗ എന്ന് പറഞ്ഞൊരു പ്ലെയർ കളിക്കണ്ട എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഓപ്പണിംഗ് എക്സ്പ്ലോസീവ് ബാറ്റ്സ്മാൻ എന്ന് പറയുമ്പോൾ മിനിമം സ്ട്രൈക്ക് റേറ്റ് 200 ആയിരിക്കണം. അതിപ്പോൾ അഭിഷേക് ശർമ്മ അല്ലെങ്കിൽ ട്രാവിസ് ഹെഡ് ആണെന്നുണ്ടെങ്കിലും ഫിലിപ്പ് സോൾട്ട് ആണെന്നുണ്ടെങ്കിലും പല ടീമിനെ എടുത്ത് നോക്കിയാൽ കാണാം. പക്ഷേ നിസംഗ എന്ന് പറഞ്ഞ ബാറ്റ്സ്മാൻ്റെ സ്ട്രൈക്ക് റേറ്റ് 150 ആണ് ത്രൂ ഔട്ട് ദ ടൂർണമെൻറ്റ്. ഈ തവണ 172 ആയിരുന്നു. അതെ, ഈ തവണ ഇന്നത്തെ കളി മാത്രമേ ഉള്ളൂ ഒരു 172ലേക്ക് എത്തിയത്. അത് ഒരു എക്സ്പ്ലോസീവ് സ്റ്റാർട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റത്തില്ല. ഇവർ രണ്ടുപേരും പവർ പ്ലേയിൽ ആകെപ്പാടെ സ്കോർ ചെയ്തതാണ് വെച്ചാൽ 52 സംതിങ് മറ്റോ ആയിരുന്നു. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ 55. ആ സമയത്ത് 55. ഹർഷ ബോഗ്ലെ രവി ശാസ്ത്രി എടുത്തോ സുനിൽ ഗവാസ്കറിൻ്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചു, ഡൽഹി അടിപൊളിയായിട്ടല്ലേ പവർ പ്ലേ ക്രോസ് ചെയ്തതെന്ന്. അപ്പോൾ സുനിൽ ഗവാസ്കർ പറയുണ്ടായി, ഇത് അടിപൊളിയല്ല, നിങ്ങൾ മനസ്സിലാക്കണം, ഒരു വിന്നിങ് ടീം എന്ന രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ടീമും ആദ്യത്തെ 6 ഓവറിൽ 70+ സ്കോർ ചെയ്യാനാണ് നോക്കുന്നത്. അതേ സംബന്ധിച്ച് ഇവിടെ 50-55 എന്നുള്ള രീതിയിലാണ് നോക്കുന്നത്. അതാണ് ഡൽഹിയുടെ ഇത്രയും പ്രശ്നം. അത് തന്നെയാണ് ഇവർ ഇപ്പോഴും ചെയ്യുന്നത് എന്ന് പറയുന്നു. രണ്ടാമത്തെ കാര്യം, 6 ഹിറ്റിംഗ് എബിലിറ്റി. ബാക്കിയുള്ള ടീമുകളിലെല്ലാവരും എല്ലാ ബോളും 6 അടിക്കാൻ നോക്കില്ലെങ്കിലും ഒരു 3 ബോളിൽ ഒരു 6 എന്നുള്ള രീതിയിലെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതേ സൈഡിൽ ഇവിടെ വരുമ്പോഴത്തേക്കിന് അത് കാണുന്നില്ല. അടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഓക്കെ, 1-2 അടിക്കുന്നുണ്ട്. പക്ഷേ കമ്പയറിങ് ടു അതർ ടീംസ് ഏറ്റവും കുറവ് 6 അടിച്ചിരിക്കുന്നത് പവർ പ്ലേയിൽ ഡൽഹിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അതെ, അവിടെ ടോപ്പ് ഓർഡറിനെ പറ്റി പറയുമ്പോൾ നിസംഗ ഈ മാച്ചിൽ മാത്രമല്ല, എനിക്ക് തോന്നുന്നു 3 മാച്ചിൽ നിസംഗ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ പവർ പ്ലേയിൽ ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ പവർ പ്ലേയിലെ ബാറ്റിംഗ് പറയുകയാണെങ്കിൽ കൊൽക്കത്ത പവർ പ്ലേയിൽ 43 റൺസായിരുന്നു. ഡൽഹിയെക്കാട്ടിലും ഒരു ഏകദേശം 8 റൺസ് കുറവായിരുന്നു കൊൽക്കത്ത ഫിന്നലൻ ഈ ഒരു അടിക്കുമ്പോഴും. സോ എന്നെ സംബന്ധിച്ച് ഇന്ന് ഒരു ടോപ്പ് ഓർഡറിലല്ല പ്രശ്നം ഉണ്ടായത്, മിഡിൽ ഓർഡറിലാണ്. പ്രത്യേകിച്ചും അവർ ഈ ഒരു വിക്കറ്റ് ഇപ്പോൾ നിതീഷ് റാണയൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു പവർ പ്ലേ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയത്ത് സ്ട്രഗിൾ ചെയ്യുമ്പോഴും പിന്നീട് ഒരു ബാറ്റിംഗ് ടെക്നിക്കും ഇല്ലാത്ത സമീർ റിസിയെ നെക്സ്റ്റ് ഇറക്കി വിട്ടത് എന്നെ വളരെ അത്ഭുതപ്പെടുത്തി. പ്രത്യേകിച്ച് സ്റ്റബ്സ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർ ക്രിക്കറ്റർ ഇരിക്കുമ്പോൾ ഇച്ചിരി ഡിഫിക്കൽട്ട് കണ്ടീഷൻസിൽ അവരെ വിൻ ചെയ്ത് കൊടുത്തിട്ടുള്ള ആളെ ഇറക്കാതെ സമീർ റഷി ഇറക്കി. അതുപോലെ ബ്രോ പറഞ്ഞ പോലെയാണ് അക്ഷർ പട്ടേൽ വന്നിട്ട് ഇന്ന് കളിച്ചൊരു ഇന്നിങ്സ്, ആ ഒരു മിഡിൽ ഓവേഴ്സിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഡൽഹി ഇന്ന് കളിച്ചത് ശരിക്കും 8 ഓവർ ആയപ്പോൾ ഡൽഹിക്ക് 74 റൺസ് ഉണ്ട്. അതായത് 6 റൺസ് കുറവേ ഉള്ളൂ 10 റൺസ് പെർ ഓവറിന്. അവിടുന്ന് 16 ഓവർ ആയപ്പോൾ ഡൽഹിയുടെ സ്കോർ 100 ആയിട്ടേ ഉള്ളൂ. അതായത് 26 റൺസാണ് 8 നിന്ന് 16 വരെ എത്തുന്ന വരെ ഡൽഹി സ്കോർ ചെയ്തത്. ഒന്ന് ആലോചിക്കുക, 8 ഓവേഴ്സ് കൊണ്ട് 26 റൺസാണ്. ആ മിഡിൽ ഫേസ് ഡൽഹി തൊലച്ചു എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ഡിഫെൻസീവായി. ഇങ്ങനെ ഡിഫെൻസീവായിട്ട് എങ്ങനെ കളി ജയിക്കാനാണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായി. അക്ഷർ പട്ടേൽ അതിന് ശേഷം പറയുന്നുണ്ടായിരുന്നു വിക്കറ്റ് ഇങ്ങനെ പോയപ്പോഴത്തേക്ക് അങ്ങനെ കളിക്കേണ്ടി വന്നു. പക്ഷേ വിക്കറ്റ് വീണാലും ഇങ്ങനെ കളിച്ചാൽ എന്തായാലും തോക്കും. അതിൽ നല്ലത് റിസ്ക് എടുക്കുക, ഏതെങ്കിലും ഒരാൾ റിസ്ക് എടുത്ത് കളി കുറച്ചും കൂടെ സ്കോറിലേക്ക് എത്തിക്കാനുള്ള ഒരു ട്രൈ ആയിരുന്നു ഡൽഹി ചെയ്യേണ്ടിയിരുന്നു. മിഡിൽ ഓർഡറാണ് ഇതിനകത്തിൽ 2-3 പ്രശ്നം സ്റ്റാറ്റ്സ് എനിക്ക് ആഡ് പറ്റിയതാണ് എനിക്ക് ചെയ്യാനുണ്ട്. തോന്നിയത്. അതിൽ ഒന്നാമത്തെ കാര്യം, സമീർ റിസ്വിയുടെ കാര്യം ബ്രോ പറഞ്ഞു. സമീർ റിസ്വി എന്ന് പറയുന്ന ബാറ്റ്സ്മാൻ ഈ ടൂർണമെൻറ്റിലേക്കും 10 ബോൾ ഫേസ് ചെയ്തതിൽ ഏറ്റവും കുറച്ച സ്ട്രൈക്ക് റേറ്റ് ഉള്ള ബാറ്റ്സ്മാനാണ് സമീർ റിസ്വി. 10 ബോൾ സമീർ റിസ്വി ഫേസ് ചെയ്യുമ്പോൾ സമീർ റിസ്വിയുടെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് 75 മാത്രമാണ്. റണ്ണേ ബോൾ പോലും ഇല്ല.
രണ്ടാമത്തെ നോക്കിക്കഴിഞ്ഞാൽ മിഡിൽ ഓർഡറിൻ്റെ കാര്യം. അവർ 5 ഓവറിന് ശേഷം 5 മുതൽ 10 വരെയുള്ള ഓവറിൽ ആ 30 പന്തിൽ ആകെ എടുത്തിരിക്കുന്നത് 31 റണ്ണാണ്. ഓക്കെ, നേരെ മറിച്ച് 9 മുതൽ 15 വരെയുള്ള ഓവർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 30 ബോളിൽ നിന്ന് അവർ ആകെ എടുത്തിരിക്കുന്നത് 11 റണ്ണാണ്. ഓക്കെ, 9 മുതൽ 16 വരെയുള്ള ഓവറുകളിൽ 38 ബോള് ബൗണ്ടറി ഇല്ലാതെ നിന്നു. അതായത് 6 ഓവറിൽ കൂടുതൽ ബൗണ്ടറി അവർ അടിച്ചിട്ടില്ല. ഞാൻ ഒരുപാട് തവണ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, T20യിൽ ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുക അല്ലെ കണ്ടെയ്ൻ ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു ടെമ്പോ വെച്ച് റണ്ണേ ബോൾ പോലും അല്ല. അറ്റ്ലീസ്റ്റ് 7 റൺസ്, ഒരു 8 റൺസ് പെർ ഓവർ എന്നുള്ള രീതിയിലാണ് ഒരു കണ്ടെയ്ൻമെൻറ്റ് ഫേസ് ഇപ്പോഴത്തെ ഒരു കളിയുടെ ടെമ്പോയിൽ പോകുന്നത്. അതേ സ്ഥാനത്ത് ആ മിഡിൽ ഫേസിൽ ഡൽഹിയുടെ റൺ റേറ്റ് എന്ന് പറയുന്നത് ആ 7 to 14 റൺ റേറ്റ് എന്ന് പറയുന്നത് 4.77 ആണ്. സോറി, അതാണ് അവരെ ടോട്ടലി ഡ്രാഗ് ഡൗൺ ചെയ്യുന്നത്. നമ്മൾ ഈ അക്ഷർ പട്ടേലിൻ്റെ ബാറ്റ് കൊണ്ടുള്ള പൂവർ റണ്ണിനെ കുറിച്ച് നമ്മൾ പ്രിവ്യൂവിൽ തന്നെ ഡിസ്കസ് ചെയ്തതാണ്. 4.7 ആയിരുന്നു അക്ഷർ പട്ടേലിൻ്റെ ആവറേജ് എന്നുള്ള കാര്യം. അതിൻ്റെ ഒരു റെപ്ലിക്കയാണ് ഇവിടെ നടന്നത്. 22 പന്തിൽ 11 എങ്ങനെ T20യിൽ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും ഏത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും? അതും അക്ഷർ പട്ടേൽ പോലുള്ള പ്ലെയർ ആയതുകൊണ്ടാണ്. ഇതിപ്പം നേരെ സംബന്ധിച്ച് ഒരു കുൽദീപ് യാദവോ മിച്ചൽ സ്റ്റാർക്കോ ഒക്കെ ആണോ വന്ന് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ, കൊള്ളാം, ലൈക്ക് ടേലൻ്റായി, വേറെ ഒന്നും ചെയ്യാനില്ല. പക്ഷേ ഇങ്ങനെയല്ലല്ലോ ഒരു റെപ്യൂട്ടഡ് നാഷണൽ ലെവലിൽ കളിയുന്ന ഒരു ബാറ്റ്സ്മാൻ്റെ സൈഡിൽ നിന്നുണ്ടാകുന്നത്. നമുക്ക് പല റീസൺസ് പറയാം. ടോപ്പ് ഓർഡർ കൊളാപ്സായി, അതായി, ഇതായി. ഇങ്ങനെ കളിച്ചാൽ തോക്കും. പിന്നെ എന്തുകൊണ്ടൊരു ഇൻറ്റൻറ്റ് കാണിക്കുന്നില്ല? ലെറ്റ്സ് ടേക്ക് എ ട്രൈ ടു വിൻ. അതാണ് ഡൽഹിയുടെ ഭാഗത്തു നിന്ന് ഇത്രയും കളികളിലും ഇല്ലാത്തത്. ഈ കളികളിലും അത് ഇല്ലാതായി. തീർച്ചയായിട്ടും ആ മിഡിൽ ഓർഡറിന് ഇത് ചെയ്തു. അതുപോലെ തന്നെ ഈ ഇവർക്ക് ഇങ്ങനെ വിക്കറ്റ് പോയ സ്ഥിതിക്ക് ആ മിഡിൽ ഓവേഴ്സിൽ ബാറ്റ് ചെയ്യുമ്പോൾ ക്യാപ്റ്റനാണ് അവിടെ ബാറ്റ് ചെയ്യുന്ന ആലോചിക്കണം. അപ്പോൾ ശരിക്കും ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് അകത്തേക്ക് വരാനുള്ളത് കുൽദീപ് യാദവ്. അപ്പോൾ ആ ഒരു സമയത്ത് കുൽദീപ് യാദവ് ഈ സീസണിൽ തീരെ എക്കണോമിക്കൽ അല്ലാതെ ബോൾ ചെയ്യുന്ന ഒരു ബോളറാണ്. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബാറ്റ്സ്മാനെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഒരു എക്സ്ട്രാ ബാറ്റ്സ്മാനെ കളിപ്പിച്ചുകൊണ്ട് കുറച്ചും കൂടെ ഒരു ടോട്ടൽ അടിക്കാനുള്ളൊരു രീതിയിൽ ബാറ്റ് ചെയ്യായിരുന്നു അക്ഷർ പട്ടേൽ അവിടെ ബാറ്റ് ചെയ്യുന്ന സ്ഥിതിക്ക്. അപ്പോൾ അക്ഷർ പട്ടേലിന്റെ വർത്തമാനത്തിൽ തന്നെ ക്യാപ്റ്റൻ തന്നെ ഡിഫെൻസീവ് ആണ് അവിടെ. അപ്പോൾ പിന്നെ അതിനകത്ത് പറഞ്ഞിട്ട് വേറെ പ്ലേയേഴ്സിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിലും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, KKRന്റെ സ്പിൻ ട്രയോ വാസ് ലൈക്ക് ഒരു എക്സെപ്ഷണൽ ആയിട്ട് അവർ ഡെലിവറി ചെയ്തു എന്നുള്ളത്. അവർ 3 പേരോട് എറിഞ്ഞാൽ 12 ഓവറിൽ നിന്ന് 76 റണ്ണിന് 3 വിക്കറ്റ്, അതായത് 6.33 എക്കോണമിയിലാണ് അവർ 12 ഓവർ ഡെലിവർ ചെയ്തത്. അതും 3 മിഡിൽ ഫേസിൽ വിക്കറ്റ് എടുത്തു എന്നുള്ളതാണ് നമ്മളതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതും ഒരു എക്സെപ്ഷണൽ പെർഫോമൻസ് ആണ് ഡൽഹിയുടെ KKRന്റെ ബോളേഴ്സിന്റെ സൈഡിൽ നിന്നുണ്ടായത്. അനുകൂൽ റോയ് പ്രത്യേകിച്ച് നന്നായിട്ട് ബോൾ ചെയ്ത് മാത്രമല്ല ഫീൽഡിങ്. ഇതിനു മുമ്പും ഈ സീസണിൽ ഇപ്പോൾ കുറേ ക്യാച്ചസ് അനുകൂൽ റോയ് കിടിലൻ ക്യാച്ചസ് എടുത്തിട്ടുണ്ട്. ഇന്നും ഒരു കിടിലൻ ക്യാച്ച് ബൗണ്ടറിയിൽ നിന്ന് പുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. ഫീൽഡിങ്ങും എക്സെപ്ഷണലായിരുന്നു. അപ്പോൾ കറക്റ്റ് ടൈം ആയപ്പോഴത്തേക്ക് ഇവർ പീക്കായി. വരുൺ ചക്രവർത്തി നല്ല രീതിയിൽ ബോൾ ചെയ്യുന്നു, സുനിൽ നരേൻ ബോൾ ചെയ്യുന്നു. അനുകൂൽ റോയും കൂടെ വന്നപ്പോഴത്തേക്ക് ആ ഒരു ട്രയോ ആയിട്ട് അവർ എക്സലന്റ് ആയിട്ട് പെർഫോം ചെയ്യാണ്. പിന്നെ അതാണ് കൂടുതലതിനകത്ത് ആഡ് ചെയ്യാനില്ല. പിന്നെ ഇനിയുള്ളത് നമുക്ക് KKRന്റെ ബാറ്റിംഗ് ആണ്. KKRന്റെ ബാറ്റിംഗ് വൺ മാൻ ഷോ ആണ്. ആ ഇന്നിങ്സിനെ കുറിച്ച് എന്താ പറയേണ്ടത്? അന്യായം. KKRന്റെ ബാറ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കണോ ഫിൻലാൻഡിന്റെ ബാറ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കണോ എന്നുള്ളൊരു ഒരു ഡിസ്കഷൻസേ ഉള്ളൂ. ഇപ്പം KKRന്റെ ബാറ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതാണ് അജിൻക്യ രഹാനെയും അൻകിത് രഘുവംശിയും എന്തുകൊണ്ട് ഒരു ടീമിൽ കളിച്ചുകൂടാ എന്നുള്ള കാര്യം. അതിനകത്ത് നമ്മൾ 2-3 ഫാക്ടേഴ്സ് പറഞ്ഞിരുന്നു. ഒന്ന് അവരുടെ പ്രിവ്യൂവിൽ ഞാൻ പറഞ്ഞിരുന്നു, ഒന്ന് അവരുടെ സ്ട്രൈക്ക് റേറ്റ് പറഞ്ഞിരുന്നു, ഒന്ന് അവരുടെ ബോൾസ് പെർ ബൗണ്ടറി പറഞ്ഞിരുന്നു. ആ ബൗണ്ടറി കൺസീഡ് ചെയ്തിരിക്കുന്നത് പറഞ്ഞു. അതേ കാര്യം തന്നെയല്ലേ ഇന്ന് നടന്നിട്ടുള്ളത്. ഓക്കെ, രഹാനെ ഔട്ടായി സമ്മതിക്കാം, ഒരു അൺഓർത്തഡോക്സ് വെയിലാണ് ഔട്ടായത്. പക്ഷേ രഘുവംശി ഔട്ടായത് അത് അൺഓർത്തഡോക്സ് ആയിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. സ്വീപ്പ് ബോൾ ബാറ്റ് കണക്ട് ചെയ്തില്ല, താഴെ വീണു. അതല്ലെന്നുണ്ടെങ്കിൽ കീപ്പർ ക്യാച്ച് എടുത്താലും അത് ഔട്ടായനേമായിരുന്നു. ബാറ്റിംഗ് മെനക്കെടുത്തില്ല. അതെ, അതും പറയണം. അതെ, ആ പുവർ റൺ അവർ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യാണ്. അത് റിഫ്ലക്റ്റ് ചെയ്യാഞ്ഞത്, ഇന്നത്തെ കളി റിഫ്ലക്റ്റ് ചെയ്യാതിരുന്നത് ഫിന്നലൻ എന്ന് പറഞ്ഞൊരു ബാറ്റ്സ്മാൻ്റെ ഒരു എക്സെപ്ഷണൽ പെർഫോമൻസ് വന്നുകൊണ്ടാണ്. അത് എല്ലാ ദിവസവും വരും എന്ന് നമ്മൾ പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല അവരെ സംബന്ധിച്ച്. ഇപ്പൊ ഫിന്നലന്റെ കാര്യം പറഞ്ഞു, ഡൽഹിക്ക് മിസ്സായതും അങ്ങനെ ഒരു കാര്യം തന്നെയാണ്. ഡൽഹിക്ക് ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ, ഇത്ര ഡിഫിക്കൽട്ട് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇതുപോലെ ഒരു എക്സ് ഫാക്ടർ പെർഫോമൻസ് ഏതെങ്കിലും ഒരു പ്ലെയറിന്റെ ഭാഗത്തുനിന്ന് വരണം. എങ്കിലേ ഇതിൽ നിന്ന് നമുക്ക് പുറത്ത് ഒരു ടീം എന്നുള്ള കണ്ടീഷൻസ് ഡിഫറെന്റ് ഒന്നുമല്ല. ഇത് ദിസ് ഈസ് ദ സെയിം ട്രാക്ക് വേർ ദേ പ്ലേഡ് അഗൈൻസ്റ്റ് പഞ്ചാബ് ഫോർ 264.
മനസ്സിലായി, ഇത് അല്ല കണ്ടീഷൻസ് സെയിം ഡിഫറെൻ്റ് ട്രാക്ക് ആയിട്ടൊന്നുമില്ല. ആണെന്നുണ്ടെങ്കിലും അവർക്കും ബാറ്റിംഗ് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് കൊൽക്കത്തയുടെ പവർ പ്ലേ തന്നെ നോക്കിയാൽ തന്നെ മനസ്സിലാവുമല്ലോ. 2 വിക്കറ്റ് നഷ്ടപ്പെട്ട് 43 റൺസ് മാത്രമേ എടുക്കാൻ സാധിച്ചിട്ടുള്ളൂ കൊൽക്കത്തയ്ക്കും. അപ്പോൾ അവരും ഒരു ഡിഫിക്കൽട്ടി പ്യുവർലി ഉണ്ടായിരുന്നു പിച്ചിൽ. പ്യുവർലി അവരും ഡിഫെൻസീവിലേക്ക് ഒരു മോഡിലേക്ക് മാറിയതാണ് ഇനിഷ്യലി. അതായത് ഇപ്പം നമ്മൾ ഫിന്നലൻ്റെ കാര്യം പറയുന്നുണ്ടെങ്കിലും ഫിന്നലൻ നോക്കി കഴിഞ്ഞാൽ 28 പന്തയിൽ 18 പന്തയിൽ 21 റൺ മാത്രമേ ഇനിഷ്യലി എടുത്തുള്ളൂ. ഇനിഷ്യലി അവരുടെ സൈഡിൽ നിന്നും കണ്ടിന്യൂസ്ലി വിക്കറ്റ് പോയപ്പോൾ പിന്നെ ഒരു ഇൻറ്റൻറ്റ് കാണിച്ചില്ല. കാരണം അവരെന്താ ചെയ്തിരുന്നത്, നമ്മൾ കഴിഞ്ഞൊരു പ്രിവ്യൂവിൽ പറഞ്ഞിരുന്നതായിരുന്നു എന്ത്, 20 റണ്ണ് കമ്മിൻസിനെ അടിച്ചപ്പം ടീമിൻ്റെ ഈ അവസ്ഥയെ നോക്കി ഫിന്നലൻ ഇച്ചിരൂടൊന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്യണമായിരുന്നു, പിന്നെ അതിന് പുറകെ പോകരുതായിരുന്നു. ഇന്നതാണ് ഫിന്നലൻ ചെയ്തത്. ഹി റെക്ടിഫൈഡ് ഹിസ് മിസ്റ്റേക്ക്. മനസ്സിലായി, ഫിന്നലിന് മനസ്സിലായി. അപ്പോൾ പിന്നെ ചുമ്മാ ഇനി ചാടിപ്പറ എല്ലാത്തിനും പുറകെ പോയിട്ട് കാര്യമില്ല, ഐ ജസ്റ്റ് നീഡ് ടു സ്റ്റെപ്പ് ഔട്ട് എന്നുള്ള രീതിയിലാണ് ഇന്ന് ഫിന്നലൻ കളിച്ചത്. ദാറ്റ് വാസ് എ ഡിഫറൻസ്. സി ഇപ്പം ഈ രണ്ട് ടീമും ഡൽഹിയുടെ തമ്മിലുള്ള 6 വ്യത്യാസം ഓവേഴ്സ് ഫിന്നാലെ മാത്രമാണ്. നോക്കിക്കഴിഞ്ഞാൽ, അതെ, ഡൽഹിയുടെ 6 ഓവേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബാറ്റിംഗ് ഡിഫിക്കൽട്ടി എനിക്ക് തോന്നുന്നില്ല. ഡൽഹിയുടെ ലാസ്റ്റ് 3 ഓവേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബാറ്റിംഗ് ഡിഫിക്കൽട്ടി എനിക്ക് തോന്നുന്നില്ല. KKRന്റെ 6 ഓവേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ അവർ വിക്കറ്റ് പോയതുകൊണ്ട് ഇന്നൊരു കാര്യം ഫിന്നാലൻ വർക്കൗട്ട് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അതിനുശേഷവും ഇങ്ങോട്ട് ഒരു സിറ്റുവേഷൻ എനിക്കൊരു ബാറ്റിംഗ് ഡിഫിക്കൽട്ടി ആ ട്രാക്കിൽ ഉണ്ട് എന്നത് എനിക്ക് തോന്നിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം ഫിന്നലനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ഫിന്നലൻ ഈ ടൂർണമെൻറ്റിൽ ആദ്യമായിട്ടാണ് പവർ പ്ലേ ക്രോസ് ചെയ്ത് ഒരു ഇന്നിങ്സിൽ ബാറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, ഫിന്നലൻ ആദ്യമായിട്ടാണ് IPLന്റെ ഹിസ്റ്ററിയിൽ ഒരു 50 അടിക്കുന്നത്. ഓക്കെ, ഫിന്നലിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 21 ബോൾ കളിച്ചതിൽ 18 റണ്ണ് മാത്രമേ എടുത്തുള്ളൂ. 0-6 ആണ്, ഒരു 6 പോലും അടിച്ചിട്ടില്ല. പിന്നീടുള്ള 29 ബോളിൽ നിന്ന് 79 റണ്ണ് അടിച്ചു, 10 സിക്സ് അടിച്ചു. 10 സിക്സ് ഓടിച്ചു. അവിടാണ് ആ 10 സിക്സ് വീണ്ടുള്ളത്. അതായത് 1 6 in 3 balls എന്നുള്ള രീതിയിലാണ്. അതെ, മനസ്സിലായി. അല്ല അപ്പം അതിൽ ഇതിനകത്ത് രണ്ട് ടീമിന്റെയും ഫിന്നലിന്റെ ബാറ്റിംഗ് പോലെ തന്നെ രണ്ട് ടീമിന്റെ സ്പിന്നേഴ്സിന്റെ പെർഫോമൻസും ഒരു ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടറാണ്. ഇപ്പോൾ കൊൽക്കത്തയുടെ സ്പിന്നേഴ്സ് എങ്ങനെ നന്നായിട്ട് ബോൾ ചെയ്തോ ഇവിടെ വിബ്രാജ് അടക്കം അല്ലെങ്കിൽ കുൽദീപ് യാദവ് വളരെ മോശമായിട്ട് ബോൾ ചെയ്തു എന്നുള്ളതാണ്. ആ ഒരു ഡിഫറൻസ് ആണ് അവിടെ കാണുന്നത്. അത് എന്തുകൊണ്ടായിരിക്കും, എനിക്ക് ആ ഒരു ഡിഫറൻസ് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ പൊതുവേ അതിനെ നമുക്ക് ബോളിംഗ് രണ്ട് മോശമായിരുന്നു. രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാം. ഇവരാണെങ്കിൽ 12 ഓവറിൽ 76 6.33 എക്കോണമി, അതായത് റണ്ണേ ബോൾ എന്ന് വേണേൽ കണക്ക് കൂട്ടാം. നേരെ മറിച്ച് ഡൽഹിയുടെ സ്പിന്നേഴ്സ് ആണെങ്കിൽ 9 ഓവർ എറിഞ്ഞത് 102 റണ്ണിന് ഒരു വിക്കറ്റ്. ഓക്കെ, അതും ആ ഒരു വിക്കറ്റ് ലക്കാണ്, അത് വിക്കറ്റ് എന്നുള്ള രീതിയിൽ കൂട്ടണ്ട. ആ അക്ഷർ പട്ടേൽ എടുത്ത വിക്കറ്റ് 11.33, അതായത് അക്ഷർ പട്ടേൽ ഓൾമോസ്റ്റ് ഡബിൾ ആണ്. കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ടായിരുന്നു. അതെ അതെ, ഓൾമോസ്റ്റ് ഡബിളാണ് ഇവിടുത്തെ എക്കോണമി. അത് എന്താണ് ഡിഫറൻസ് എന്നുള്ളത് രണ്ട് രീതിയിൽ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഒന്നുകിൽ നമുക്ക് പറയാം, ഇതേപോലെ സിമ്പിളായിട്ട് പറയാം, ഇവർ ടോട്ടൽ കുറവായിരുന്നു, അതുകൊണ്ട് എല്ലാവർക്കും അടിക്കാൻ പറ്റി, പിന്നെ ഒന്നും നോക്കണ്ട, എപ്പം പെട്ടെന്ന് അങ്ങ് ജയിക്കാൻ നോക്കി. പക്ഷെ അതല്ല ഇതിനകത്തുള്ള ഫാക്ടർ. ഇതിനകത്തുള്ള എടുത്തു പറയേണ്ട ഒരു ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സുനിൽ നരയനും വരുൺ ചക്രവർത്തിയും ത്രൂ ഔട്ട് ദ എയർ ബോൾ നല്ല സ്പീഡിലാണ് എറിയുന്നത്. കമ്പാരിറ്റീവ്ലി ഇതുവരെ കളിച്ചിട്ടുള്ള കളികളിൽ കാട്ടിലും സുനിൽ നരയനും വരുൺ ചക്രവർത്തിയും ബോൾ എയർ റിലീസ് എന്ന് പറയുന്നത് നല്ല സ്പീഡിലായിരുന്നു. രണ്ടുപേരും സ്പീഡ് തന്നെ നോക്കിയാൽ അറിയാം. വരുൺ ചക്രവർത്തി ഇന്ന് ടച്ച് 110 112 എന്നുള്ള രീതിയിലും, അതേപോലെ തന്നെ സുനിൽ നരയൻ ആണെന്നുണ്ടെങ്കിൽ 100 ടച്ചിങ് 100 ആ ഒരു റീജിയൻ ആണ് അവർ എറിഞ്ഞിട്ടുള്ള ബോളുകളുടെ ആവറേജ് സ്പീഡ് തന്നെ എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഇപ്പുറത്താണെന്നുണ്ടെങ്കിൽ അവർ ഫിംഗർ സ്പിന്നേഴ്സ് അല്ല, റിസ്റ്റ് സ്പിന്നേഴ്സ് ആണ് കൂടുതലും. കുൽദീപ് യാദവ് ആണെന്നുണ്ടെങ്കിലും അതുകൊണ്ട് വിപ്രാജ് നിഗം ആണെങ്കിലും ത്രൂ ഔട്ട് ദ എയർ അത്ര സ്പീഡിൽ ഡെലിവറി ചെയ്യുന്ന ആളല്ല. മനസ്സിലായി. അതുകൊണ്ടാണ് അവിടെ ഫിംഗർ സ്പിന്നേഴ്സും ആ സ്പീഡിൽ ഡെലിവറി ചെയ്യുന്നുണ്ട്, അവർക്ക് ലൈൻ ആൻഡ് ലെങ്ത് കറക്റ്റ് കിട്ടിയാൽ മതി, അവരെ അധികം അടിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ കൂടുതൽ ടൈം കിട്ടുന്നുണ്ട്, അതും ബോൾ ത്രൂ ദ എയർ സ്ലോ ആയതുകൊണ്ട് ഈസിലി പിക്കപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായിരുന്നു മേജർ ഡിഫറൻസ് രണ്ട് സ്പിന്നേഴ്സും തമ്മിലുള്ള. അതുകൊണ്ടാണ് അവർ തീർച്ചയായും എക്കോണമിക്കലായിട്ട് പോയതും ഇവിടെ എക്സ്പെൻസീവ് ആയിട്ട് പോയതും. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, അക്ഷർ പട്ടേൽ ആസ് എ ക്യാപ്റ്റൻ നന്നായിട്ട് ഫെയിൽ ആവുന്നത് നമ്മൾ പലപ്പോഴും ഈ സീസണിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മുകേഷ് കുമാറിനെ ഒരു ടീമിൽ കളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രോ ഇപ്പോൾ മുകേഷ് കുമാറിനെ കളിപ്പിക്കുകയാണ്. അപ്പോൾ എവിടെയായിരിക്കും മുകേഷ് കുമാറിനെ എറിയുകയും മുകേഷ് കുമാറിൻ്റെ സ്ട്രെങ്ത് എന്താണ് ആസ് എ ക്യാപ്റ്റൻ? എനിക്കത് ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല. ഒന്നാമത്തെ കാര്യം, മുകേഷ് കുമാറിനെ അവർ ഇത്ര ദിവസം കളിപ്പിക്കാതിരുന്നിട്ട് വീണ്ടും കളിപ്പിക്കുകയാണ്. അങ്ങനെ കളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ സ്ട്രെങ്ത് പവർ പ്ലേയിൽ എറിയുക, ബോൾ മൂവ്മെന്റ് കിട്ടുന്ന സമയത്ത് എറിയുക എന്നുള്ളതാണ്. സമയത്ത് ന്യൂ പുള്ളി ബോൾ അവിടെ അറ്റാക്ക് ചെയ്യാം. എറിയിക്കാതെ ഒരു റിസോഴ്സിനെ
അവിടെ വെച്ചിരുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അക്സർ പട്ടേൽ ആസ് എ ക്യാപ്റ്റൻ അത് ഡിഫെൻഡ് ചെയ്യാനും കൂടെ ശ്രമിക്കുന്നത് കേൾക്കുമ്പോൾ ഡിസപ്പോയിന്റിംഗ് ആണ്. കാരണം ഞാൻ ഡൽഹിയെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളെന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര ഡിസപ്പോയിന്റിംഗ് ആയിട്ട് തോന്നി. അക്സർ പട്ടേൽ അത് ചെയ്യുകയും അതിനെ പിന്നീട് പോസ്റ്റ് മാച്ചിൽ അത് ഡിഫെൻഡ് ചെയ്യാനും കൂടെ ശ്രമിക്കണം. അത് അക്സെപ്റ്റ് ചെയ്യുക, ഫെയിലർ അക്സെപ്റ്റ് ചെയ്യുക. ഇവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഭയങ്കര ടാക്ടിക്കലി ഭയങ്കര സംഭവമായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ പ്ലേയിങ് ലോൺ ചെയ്യുന്നതിന് നമ്മൾ പലപ്പോഴും പറഞ്ഞാണ്. ഇപ്പോൾ റോ തന്നെ പറഞ്ഞാൽ നമ്മുടെ ഒരു ടോപ്പ് 4 എത്ര പ്രാവശ്യം അവർ മാറ്റി സമീർ റസിയെ കളിപ്പിക്കുന്നു. കഴിഞ്ഞ മാച്ചിൽ കരുൺനാഥിനെ കളിപ്പിച്ചു, ഇപ്പോൾ കരുൺനാഥിനെ കളിപ്പിച്ചില്ല. ഇന്ന് വേണ്ട ഓരോരോ മാച്ചിൽ ഇവർക്ക് ഓരോ കോമ്പിനേഷൻ കളിപ്പിക്കുകയാണ്. സോ ടോട്ടലി 17 ഓവർ ഡിസപ്പോയിന്റഡ് വരെ ആണ് ഞാൻ. കരുൺ നായർ അവിടെ പാഡപ്പ് ചെയ്തിരിക്കുകയായിരുന്നു ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഇറങ്ങാൻ. പിന്നാണ് അവർ ലാസ്റ്റ് അതെ മിനിറ്റിലാണ് കുൽദീപ് യാദവ് എന്നുള്ള രീതിയിൽ ഇമ്പാക്ട് സബ് ആയിട്ട് പോകുന്നത്. ഇതിന്റെ പ്രശ്നം വെച്ചാൽ കൺസിക്യൂട്ടീവായിട്ട് 5 കളികളാണ് ഡൽഹിയിൽ തോക്കുന്നത്. അതത്ര നല്ലൊരു റെക്കോർഡായിട്ട് എനിക്ക് ഒട്ടും തോന്നുന്നില്ല. അടുത്ത സീസണിൽ ഫുൾ കോച്ചിങ് ഡിപ്പാർട്ട്മെന്റിനെ സഹിതം സാക്ക് ചെയ്താലും ഇതിനകത്തിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. സാക്കിയാണ് 100%. എനിക്ക് പുള്ളിയുടെ കോച്ചിങ് എനിക്ക് കഴിഞ്ഞ വർഷം പിന്നെയും ഓക്കെ ഫസ്റ്റ് ഫേസിലെങ്കിലും അവരൊരു നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഈ വർഷം വളരെ ഡിസപ്പോയിന്റിംഗ് ആയിരുന്നു. ക്യാപ്റ്റനോ തന്നെ കോച്ചോ തന്നെ. കാരണം ഇത്ര ബ്ലണ്ടേഴ്സ് കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേറെ ഇസ് ആൻ ഇഷ്യൂ എന്നുള്ളതാണ് ഡൽഹിയെ സംബന്ധിച്ച്. അവർ മൊത്തത്തിൽ പക്ഷേ അവർക്ക് റിസോഴ്സ് ഉണ്ട്. റിസോഴ്സിന് വലിയ പഞ്ഞൊന്നുമില്ല. ഇപ്പോൾ അക്ഷർ പട്ടേൽ ആൻഡ് കുൽദീപ് യാദവ് എന്ന് പറയുന്നത് ഒരു സ്പിൻ കോമ്പിനേഷൻ, ഒരു വേൾഡ് ക്ലാസ് സ്പിൻ കോമ്പിനേഷൻ. ലുങ്കി പിന്നെ എങ്കിടി, മിച്ചൽ അതിനോടൊപ്പം സ്റ്റാർക്ക്, തന്നെ ന്യൂ ബോൾ എറിയാൻ തന്നെ ലുങ്കി എങ്കിടി, മിച്ചൽ സ്റ്റാർക്ക്, പിന്നെ ഒരു ബോളറുടെ മിച്ചൽ മതി സ്റ്റാർക്ക്. ടി നടരാജൻ. ആ ഒരു ബോളിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് എല്ലാ ടീമിൻ്റെയും ഇല്ലാത്തൊരു ഘടകമാണ്. മനസ്സിലായ? ഇതിപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് പ്രിവ്യൂവിൽ IPL തുടങ്ങുന്നതിന് മുമ്പേ ആയിരുന്നു നമ്മൾ ഈ ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഡൽഹിയെ ഒരു ടോപ്പ് 4 കയറത്തില്ല എന്ന് ഉറപ്പായിട്ട് പറയാൻ പറ്റത്തില്ലായിരുന്നു ഈ ബോളിംഗ് ലൈനപ്പ് കൊണ്ട്. പക്ഷേ ഇല്ല ഇല്ല അവരെ ടോട്ടലി ലെറ്റ് ഡൗൺ ചെയ്തത് അവരുടെ ബാറ്റിംഗ് ലൈനപ്പാണ്. ബാറ്റിംഗ് ലൈനപ്പാണ് അതിന്റെ പ്രോപ്പറായിട്ടുള്ള യൂസേജ് ആണ്. ആ ബാറ്റിംഗ് ലൈനപ്പ് എന്ന് ഇപ്പോൾ നമ്മൾ എത്ര നമ്മുടെ മില്ലറിനെ കളിപ്പിച്ചിട്ടില്ല ഇപ്പോൾ ലാസ്റ്റ് 2-3 മാച്ചായിട്ട്. അത് പോട്ടെ, അവർ നിസംഗ അവരൊരു പ്ലാൻ ഉണ്ട്. നിസംഗ എല്ലാവർക്കും എല്ലാ വിന്നിങ് ടീംസും ഓപ്പണിങ്ങിൽ ഇൻറ്റൻറ്റ് കാണിക്കുന്ന ടീംസാണ് വിൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ഓവർസീസ് ഓപ്പണർ വേണമെന്നുള്ളതായിരിക്കട്ടെ അവരുടെ. പക്ഷെ ബാക്കിയുള്ളവർ താഴോട്ടുള്ളവർ സ്റ്റബ്സിനെ അവർ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടില്ല. സമീർ റിസ് ഫസ്റ്റ് ആദ്യം കളിച്ചതിന് ശേഷം ആ ഒരു നമ്പർ 4 നമ്പർ 5 പൊസിഷൻ അവർ ഫിക്സ് ചെയ്യാൻ അവർക്ക് ഇത്രയും നാളായിട്ട് ഒരു 10-11 മാച്ചായിട്ടും പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഏതോ ഡിസർവ് എന്നുള്ളത് തന്നെയാണ്. അതിനകത്തൊന്നും പറയാനില്ല. പക്ഷേ കൊൽക്കത്ത, കമ്മിങ് ടു കൊൽക്കത്ത, എക്സെപ്ഷണലായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് വിൻ ചെയ്ത് വരുന്നത്. അവർ ആദ്യം റിങ്കു സിംഗിൻ്റെയും അല്ലെങ്കിൽ സുനിൽ നാരായണൻ്റെയും ചിറകിലേറിയാണ് വന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓരോരുത്തരായിട്ട് ചിപ്പിൻ ചെയ്തിട്ട് പെർഫോമൻസ് കൊടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അനുകൂൽ റോയ് ആയാലും ബാറ്റിങ്ങിൽ ഇപ്പോൾ ഫിന്നാലൻ ആയാലും അങ്ങനെ. പിന്നെ ബ്രോ പറഞ്ഞ പോലെ തന്നെ അവരുടെ ആ ഒരു ടോപ്പ് ഔട്ട് ബാറ്റിങ്ങിൻ്റെ ആ ഒരു പ്രശ്നം ഇപ്പോഴും അങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ അവരത് സർവൈവ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ഫിന്നാലൻ മാച്ചസ് ആയിട്ട് 14 കളി ഫിന്നാലനെ അടുപ്പിച്ച് കളിപ്പിച്ച് കഴിഞ്ഞാൽ അതിൽ 4 കളി എവിടെയെങ്കിലും ഫിന്നാലൻ ജയിപ്പിക്കും, ഒറ്റയ്ക്ക് ജയിപ്പിക്കും. ആ ഒരു പൊട്ടൻഷ്യലുള്ള കളിക്കാനാണ് ഈ ഫിന്നാലൻ, ഫിലിപ്പ് സോൾട്ട്, അവരെല്ലാം ഒരു കൂട്ടത്തിൽപ്പെടുത്താം. അവർ ഈ ട്രാവിസ് ഹെഡ് അവരൊന്നും കൺസിസ്റ്റൻ്റ് ആയിരിക്കത്തില്ല. പക്ഷെ കളിക്കുന്ന കളി ഒരു 4 അവർ ജയിപ്പിക്കും. പിന്നെ ഇനിയും കൊൽക്കത്തയുടെ മുമ്പോട്ട് പോക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ രസകരമായ ഒരു കാര്യം തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കൊൽക്കത്തയ്ക്ക് ഇനിയും ഉള്ള 4 കളികളിൽ 3 ജയിച്ചു കഴിഞ്ഞാൽ കൊൽക്കത്ത ക്വാളിഫൈ ആകാൻ വളരെ ചാൻസ് കൂടുതലാണ്. ആ 3 കളികൾ ജയിക്കാനും ഉള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം കൊൽക്കത്തയ്ക്ക് ഇപ്പോൾ ഓൾറെഡി 9 പോയിന്റ് ഉണ്ട്. 3 കളി ജയിച്ചു കഴിഞ്ഞാൽ 6 പോയിന്റ് ആവും. അപ്പം തന്നെ 15 പോയിന്റ് ആവും. അപ്പോൾ ഈ 14 അടിക്കുന്നവരുമായിട്ട് അടിക്കേണ്ട കാര്യമില്ല കൊൽക്കത്തയ്ക്ക്. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. 1. 2, അതിന് ഞാൻ പറയുന്ന ഫാക്ടറിന് സപ്പോർട്ടിംഗ് ആയിട്ടൊരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എല്ലാ കളികളും നടക്കാൻ പോകുന്നത് വൺസ് എങ്കിലും യൂസ് ചെയ്ത ട്രാക്കിലായിരിക്കും, ഫ്രഷ് ട്രാക്സിലല്ല. ഓൾറെഡി എല്ലാ ട്രാക്കും എല്ലാ പിച്ചിൻ്റെയും ഓൾറെഡി യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നടക്കാൻ പോകുന്ന കളികളെല്ലാം യൂസ്ഡ് ട്രാക്കിലായിരിക്കും. ഈ യൂസ്ഡ് ട്രാക്കിലായതുകൊണ്ട് സ്പിന്നേഴ്സിന് ഗ്രിപ്പും ടേണും കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. കൊൽക്കത്തയുടെ സ്ട്രെങ്ത് എന്താ? സ്പിന്നേഴ്സാണ്. സ്പിന്നേഴ്സാണ് അവർക്കിപ്പോൾ. അത് ഒരു വലിയ ഫാക്ടറാണ്. അതുകൊണ്ട് കൊൽക്കത്ത ചിപ്പിനാവാൻ വളരെ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ബാറ്റിംഗ് ലൈനപ്പ് ഇത് ഇന്നല്ലെങ്കിൽ നാളെ ബാക്ക്ലാഷ് ചെയ്യും. ഇപ്പം പൊട്ടും എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അത് പൊട്ടാതിരിക്കട്ടെ, അവരെ നല്ലോട്ട് തന്നെ മുമ്പോട്ട് ഇനി പോട്ടെ. അവർക്ക് നല്ല മാച്ചസ് ഉണ്ട്. RCB ആയിട്ടുള്ള കളിയുണ്ട്, GT ആയിട്ടുള്ള കളിയുണ്ട്. പിന്നെ ആകെ ഉള്ളൊരു ഗുണം എന്ന് വെച്ചാൽ DC ആയിട്ടൊരു കളിയും കൂടെ ഉണ്ട് അവർക്ക്. ഡൽഹിയായിട്ട് ഇനിയൊരു കളിയും ഉണ്ട്. അതാണ് അവരുടെ ഒരു ഇത്. ബാക്കി ഏതെങ്കിലും ഒരു 1-2 കളി ഒപ്പിച്ചു കഴിഞ്ഞാൽ DC ഒരു മിനിമം ഗ്യാരണ്ടിയാണ്. അതാണ് DC യുടെ കളി. ഇനി മുന്നോട്ടുള്ള കളി പോലും എനിക്ക് നോക്കാനായിട്ട് താല്പര്യമില്ല. ഇല്ല, അത് അവരുടെ 3 ക്യാപ്റ്റൻ തന്നെ 2 പോയിന്റ്സ് പറഞ്ഞല്ലോ, ആയിട്ട് ഇനി മാറാനാണ്. ഞങ്ങൾ അടുത്തൊരു വർഷത്തേക്കിന് വേണ്ടി ബെഞ്ചിലിരിക്കുന്നവരെ ട്രൈ ചെയ്യാൻ പോവാണെന്ന് അവരുടെ ക്യാപ്റ്റൻ തന്നെ പറയുമ്പോൾ പിന്നെ അതിൽ കൂടുതൽ എന്താണ്? ഇനി എന്താ ഒരു ബെഞ്ചിൽ ഇരുത്താനാണ്? അക്സർ പട്ടേൽ ആസ് എ ക്യാപ്റ്റൻ ടോട്ടലി ഒരു എന്താ പറയുക ഫെയിലിയർ അതിപ്പോ ആണെന്നുള്ളത് ഈ ബെഞ്ചിലിരുത്തേണ്ടത് സീസണോടുകൂടി തെളിയിച്ചു.
തെളിയിച്ചു. അതിനകത്ത് ഡൽഹിയിൽ വേണ്ടിയിട്ട് ഇനി ഒന്നുമില്ല ഡിസ്കസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ പേരിൽ എന്തെങ്കിലും പോയിന്റ്സ് ആഡ് ചെയ്യാനുണ്ടോ ബ്രേക്ക്? ഇല്ല, ഇത്രയേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. അപ്പം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എന്തായാലും നമുക്ക് കൊൽക്കത്ത എന്തായാലും മുന്നോട്ട് പോട്ടെ. എന്തെങ്കിലും ചലഞ്ച് ബാക്കിയുള്ള ടീമുകൾക്ക് കൊടുക്കാനായിട്ട് കൊൽക്കത്തയെ സാധിക്കട്ടെ. നല്ല മീൻസ് നമ്മൾ പെർഫോം ചെയ്യുന്ന ടീമുകളാണെന്നുണ്ടെങ്കിൽ അവരെ തീർച്ചയായിട്ടും നമ്മൾ കൂടെ കൂടണം. അതങ്ങനെയാണ്. കൊൽക്കത്ത ആദ്യത്തെ സമയത്ത് നമ്മൾ ഒരുപാട് പറഞ്ഞാണ്, പക്ഷേ ഇപ്പോൾ അവരുടെ ലിമിറ്റഡ് റിസോഴ്സ് കൊണ്ട് അവർ പെർഫോം ചെയ്യുന്നുണ്ട്. സോ ഹാപ്പി ഫോർ കൊൽക്കത്ത. അപ്പോൾ നമുക്ക് മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോയിൽ ഞാനും അനുഭവം ഒത്തുകൂടുന്നത് വരെ ബൈ.